ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പോയി കഴിക്കുമ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ കൂടി കാണിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ബിരിയാണി സ്പോട്ട് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴാണ് അവിടെ എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ ആ സ്പോട്ട് വളരെ ചെറിയൊരു സ്പോട്ട്, ഒരു 4 മേശയാണ് അവിടെ ആകെ ഉള്ളത്, അതിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ്. അതേപോലെ തന്നെ ആ ഒരു ചെറിയ റൂമിൽ തന്നെയാണ് അവരുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ കാക്കാട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബിരിയാണിയാണ്. ബിരിയാണി കാക്ക എടുക്കുന്നത് നിങ്ങൾ കണ്ടു. 2 ചെറിയ ചിക്കൻ പീസും, പറ്റ ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു പീസ് കുറച്ച് അത്യാവശ്യം വലുതും ഒരു മീഡിയം സൈസ് പീസും, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കത് അൺലിമിറ്റഡ് ഒന്നും ആവശ്യമില്ല, കാരണം എന്തായാലും ആ റൈസ് നമുക്ക് ബാക്കിയായിരിക്കും, അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അതിൽ. കണ്ടില്ലേ, ആവി പറക്കുന്ന ആ ഒരു സ്റ്റൈൽ ബിരിയാണി. ഇത് ബിരിയാണി എന്ന് പറയുന്നത് ഒരു ഫ്ലേവർ റൈസാണ്, പ്രത്യേക ഒരു ഫ്ലേവറൊക്കെയാണ്, ആളുടെ ഒരു സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ ഒരു വഴിയിൽ പോകുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിൽ ഒരു ചിക്കൻ പീസൊക്കെ കണ്ടില്ല, നല്ല വെന്ത് നല്ല സെറ്റായിട്ടുള്ള അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ബിരിയാണി റൈസും ചിക്കൻ പീസുമാണ് പറഞ്ഞത്. ആ ചിക്കൻ പീസിൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടില്ലേ, എത്ര വലിയ ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, അതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ അതേപോലെ തന്നെ ഉള്ളിയൊക്കെ കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കണ്ടോ. ആ ഒരു ചിക്കനൊക്കെ മുറിഞ്ഞ് പോരുന്നത് കണ്ടില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ബിരിയാണിയിൽ. എനിക്ക് ചിക്കൻ ബിരിയാണിയിലെ ചിക്കനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എടുത്ത് പറയേണ്ടതാണ്. ഇവിടെ ബിരിയാണി മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി നെയ്ച്ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, അതേപോലെ തന്നെ നല്ല ചിക്കൻ്റെ ഫ്രൈ ഉണ്ട്, ബീഫിൻ്റെ ഫ്രൈ ഉണ്ട്, അതേപോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. കപ്പ, ബോട്ടി, പൂള അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ചെറിയ പൈസയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്, ധൈര്യമായിട്ട് കയറിക്കോളൂ.